ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ പ്രേക്ഷകരെ, ഷാലോം TV യുവാക്കൾക്കായി യുവാക്കളോടൊപ്പം ഒരുക്കുന്ന ക്യാമ്പസ് വിഷൻ എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നാം ഇന്നായിരിക്കുന്നത് എടത്തൊട്ടി ഡീപോൾസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി ഈ മലയോര മേഖലയിൽ 40 വർഷമായി തങ്ങളുടെ സർവീസ് നൽകിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ വിൻസെഷൻ കോൺഗ്രിഗേഷൻ്റെ മലയോര മേഖലയിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഈ കോളേജ് ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് മലയോര മേഖലയിലെ യുവാക്കളുടെ സ്വഭാവ പരിശീലനവും അവരുടെ വിദ്യാഭ്യാസ പരിശീലനവും അവരുടെ ഉപരിനന്മയ്ക്കും വേണ്ടിയിട്ടാണ്. വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവരെ സാമൂഹിക പന്ഥാവിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ലക്ഷ്യം. ഇവിടെ പ്രത്യേകമായിട്ട് കമ്പ്യൂട്ടർ മേഖലയിലും അതുപോലെ കൊമേഴ്സ് മേഖലയിലും ആർട്സ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സ്നേഹമാണ് ഈ കോളേജിൻ്റെ മുഖമുദ്ര. ഏറ്റവും നല്ല അധ്യാപകരാണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്രൈസ്തവ മൂല്യങ്ങളുടെ പഠനവും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഈ സ്ഥാപനം തീർച്ചയായിട്ടും നാനാജാതി മതസ്ഥർക്കും ഈ നാട്ടിൻ പ്രദേശത്ത് ആശ്രയമാണ്. ഇവിടെ പഠിച്ചിറങ്ങിയ അനേകം വിദ്യാർത്ഥികൾ ലോകോത്തര നിലവാരമുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നു, പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു, ആർമിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അനേകം മേഖലകളിൽ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും ഈ കോളേജിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2023 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 5 ഭവനങ്ങൾ ഭവനമില്ലാത്തവർക്കായി നിർമ്മിച്ചു നൽകുവാനായിട്ട് ഈ കോളേജിൽ സാധിച്ചു. അതുകൊണ്ട് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച NSS യൂണിറ്റ് ഈ കോളേജിൽ നിന്നാണ്. അങ്ങനെ മലയോര മേഖലയിൽ വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും അവരുടെ നന്മയ്ക്കുമായിട്ട് ഈ കോളേജ് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ദൈവം തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ പേരുകേട്ട ഈ സ്ഥാപനത്തിലെ മിടുക്കികളും മിടുക്കന്മാരുമായ യുവാക്കളാണ് നമ്മോടൊപ്പം ഉള്ളത്. നിങ്ങളേവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന വിഷയം സ്ക്രീൻ ടൈമിംഗ് എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് മീഡിയ എന്നുള്ളത്. മീഡിയ വേൾഡ് നമ്മൾ എപ്രകാരം കൈകാര്യം ചെയ്യണം, എത്രത്തോളം പക്വതയോടെ അത് കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കൊല്ലത്തെ തൻ്റെ അനുഭവ സമ്പത്ത് വെച്ച് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മോടൊപ്പമുള്ളത് മിസ്റ്റർ ബ്രിസ്റ്റോ മാത്യു സാറാണ്. അദ്ദേഹം പാലക്കാട് രൂപതാംഗമാണ്. ഇപ്പോൾ പാലായിലെ ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിൽ MSW ഡിപ്പാർട്ട്മെൻറ്റിൽ സൈക്കോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം സൈക്കോളജിയിൽ MPhil കഴിഞ്ഞു. പിന്നീട് ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യത്ത് 8 കൊല്ലത്തോളം വർക്ക് ചെയ്ത് നമ്മുടെ നാടിനുള്ള താല്പര്യം മൂലം കേരളത്തിലെ യുവജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനായി വചനപ്രഘോഷകനും അതുപോലെ സോഷ്യൽ സർവീസ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ 8 മക്കളുടെ അപ്പനാണെങ്കിലും യുവാവായിട്ടാണ്, യുവാക്കളോടൊപ്പമാണ് ഇന്നും ജീവിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. ഇന്ന് ഇവിടെ നമുക്ക് ഈ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ ഫാദർ പീറ്റർ ഊറോത്ത് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ ആശീർവാദത്തിൽ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാവുന്നതാണ്. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഡീപോൾ എടത്തൊട്ടി കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഇന്ന് നടക്കുന്ന പ്രോഗ്രാമിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നത് മൂലം ഇത് ഈ ലോകത്തിനും ഈ നാടിനും ഇവിടെ ആയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകട്ടെ. ഇവരുടെ മാതൃക കണ്ട് ഇവരുടെ വാക്കുകൾ കേട്ട് അനേകര് നന്മയിലേക്ക് കടന്നു വരുവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന വചനമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നന്മയുടെ ഒരു ലോകം കെട്ടിപ്പടുക്കുവാനായിട്ട്
ഈ വാക്കുകളോട് ചേർന്ന് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനകളെല്ലാം സർവശക്തനായ ക്രിസ്തുവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് കടക്കാമല്ലേ? അപ്പം അതിനെക്കുറിച്ച് ആദ്യമേ തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവബോധം നൽകാൻ വേണ്ടിയിട്ട് ബ്രിസ്റ്റോ മാത്യു സാറിനെ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ ഡീപോൾ കോളേജിലെ വിദ്യാർത്ഥിനികളെ, ഞങ്ങളിങ്ങനെ ഈ ക്യാമ്പസിൽ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. എത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ടൊക്കെ പെരുമാറാവോ അങ്ങനെയൊക്കെ അച്ചടക്കത്തോടുകൂടി നിൽക്കുന്നു. നിങ്ങളെ കണ്ടിട്ട് വളരെ നല്ലവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ശരിക്കും നല്ലവരായിരിക്കും, അല്ലെങ്കിൽ നല്ലവരായിട്ട് അഭിനയിക്കുന്നതായിരിക്കും. അതെന്താണെന്നുള്ളത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ക്രീൻ ടൈമിംഗ് എന്ന കാര്യത്തെക്കുറിച്ചാണ്. ഒരു ഇൻഡിവിജ്വൽ ഒരു ദിവസത്തിൻ്റെ എത്ര സമയം സ്ക്രീനിൻ്റെ മുമ്പിൽ ചെലവഴിക്കുന്നു എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് ഇനി ടെലിവിഷനും മൊബൈലും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. AI അതുപോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ക്രീൻ നമുക്ക് ആവശ്യമാണ് താനും. അപ്പോൾ ഈ സ്ക്രീൻ കൊണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നന്മകളും അതുവഴി പതിയിരിക്കുന്ന അപകടങ്ങളും കെണികളും അത് പലരുടെ ജീവിത അനുഭവങ്ങളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. സ്ക്രീൻ ടൈമിംഗ് എങ്ങനെയൊക്കെ യുവതലമുറയെ, എങ്ങനെയൊക്കെ മാനവരാശിയെ, എങ്ങനെയൊക്കെ ഓരോ വ്യക്തികളെയും ബാധിക്കുന്നു എന്നതാണ് നമ്മുടെ ടോപ്പിക്. മീഡിയ ഉപയോഗിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. മീഡിയ അതിൽ തന്നെ നന്മയുമാണ്. എന്നാൽ ഇത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ പല സുഹൃത്തുക്കളും മീഡിയ ഉപയോഗിച്ച് പല കെണികളിലോ അല്ലെങ്കിൽ ചില പോരായ്മകളിലൊക്കെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളതിന് നമുക്ക് പരിഹാര മാർഗങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ മീഡിയയുടെ നല്ല വശങ്ങളും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഈ അവസരം അതിനുവേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ നല്ല വശം എന്ന് പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീനേജേഴ്സ് കൂടുതലായിട്ടും എല്ലാവരും എന്ന് പറയുന്നില്ല, പൊതുവെ ഗേൾസ് ഈ കൊറിയൻ വെബ് സീരീസൊക്കെ കാണുന്നവരുണ്ടല്ലോ. അപ്പോൾ അതിന് അഡിക്റ്റ് ആയവരുണ്ട്. അതായത് കൊറിയയിൽ പോകണം, അവിടെയുള്ളവരെ മാരേജ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ വെബ് സീരീസ് കാണുന്നവരുണ്ട്. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും, അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്നാലും ചിലവരൊക്കെ എന്തിനാണ് ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. അതായത് ഈ കൊറിയൻ വെബ് സീരീസിൻ്റെ ഒരു പ്രത്യേകത, ഒറ്റ നോട്ടത്തിൽ അതിന് യാതൊരു കുഴപ്പമില്ല. അത് കാണാൻ നല്ല രസമാണ്, നല്ല മ്യൂസിക്കാണ്, നല്ല എൻ്റെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വെരി ബ്രില്യൻറ്റ്. അതിങ്ങനെ കണ്ടിരിക്കും. അതൊരു മോശം സിനിമയെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു അശ്ലീല ദൃശ്യമോ അല്ലെങ്കിൽ ഒരു വയലൻസോ അങ്ങനെയൊന്നുമില്ല. അതൊരു റൊമാൻറ്റിക് ഫീലാണ്. അതിനകത്ത് എന്താ തെറ്റ്? അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റില്ല ഒറ്റ നോട്ടത്തിൽ. അത് എങ്ങനെയാണ് തെറ്റാവുന്നതെന്ന് ചോദിച്ചാൽ 2024 ഒരു 7 മാസം മുമ്പ് എൻ്റെ അടുക്കൽ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പെൺകുച്ചിനെ കുറിച്ച് ഒരു ആകുലതയുമായിട്ട് വന്നു. അപ്പോൾ ഇവളുടെ പ്രശ്നം ഇതാണ്, അവൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആരോ കത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കിട്ടിയ കത്തിനകത്ത് ഇങ്ങനെയാണ്, യു ആർ ട്രാപ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കത്ത് കാണിച്ചിട്ട് ഇവൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു, ആകെ വിഷമം. അവർ പേരൻസൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവിടെ ലെറ്റർ കൊടുക്കാൻ ആരും കാണുന്നില്ല. ഇവൾ വെറുതെ പറയുന്നതാണോ? അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ റോൾ ആവശ്യമായിട്ട് വരിക. അതുകൊണ്ടാവാം ഈ കാര്യം ഇവർ എന്നോട് വന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഈ പെങ്കൊച്ചിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കൊറിയൻ വെബ് സീരീസിൻ്റെ അഡിക്റ്റാണ്. അതൊരു ന്യൂറോട്ടിക് അവസ്ഥയിലേക്ക് ആ പെങ്കൊച്ചിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ തെറ്റൊന്നും ഇല്ലെങ്കിലും ഇത് കണ്ട് ആ ഒരു ഫാൻറ്റസി ലോകത്തിലേക്ക് പെൺകുട്ടികൾ പലരും പോകുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തമിഴ്നാട്ടിൽ 3 പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ട് കൊറിയയ്ക്ക് പോകാൻ വേണ്ടി എയർപോർട്ട് വരെ ചെന്നു. അവിടുന്ന് പോലീസ് അവരെ പൊക്കി. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഒരു സ്കൂളിൽ ഇതുപോലെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ടീച്ചേഴ്സിന് തോന്നുന്നു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഞാൻ 4 പെൺകുട്ടികളെ പരിചയപ്പെട്ടു. അവർക്ക് ഇംഗ്ലീഷും മലയാളവും മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, കൊറിയൻ ഭാഷ അറിയാം. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളത് +2 കഴിഞ്ഞാൽ എങ്ങനെയാലും കൊറിയയിൽ പോകുക എന്നുള്ളതാണ്. അതായത് ആർട്ട് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി. നമ്മൾ ഈ കാണുന്ന പോലെ ഇപ്പോൾ ഈ പ്രോഗ്രാം തന്നെ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ല നിങ്ങൾ ചാനലിൽ കാണുക. ഓക്കെ, വളരെ ഭംഗിയായിട്ടായിരിക്കും അത് ചാനലിൽ കാണുക. അതിലും ബ്രില്യൻ്റ് ആയിട്ടാണ് അവരത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ കൊറിയൻ വെബ് സീരീസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് BTS ആർമിയിൽ ചേരാൻ വേണ്ടി കുറേ കുട്ടികൾ പോയി. അതിൽ ചേരാൻ പറ്റാത്തതിൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊരു അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് ആൾക്കാരെ കൊണ്ടുപോവുകയാണ്. അത് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതൊരു ഉത്തരം പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു ധൈര്യമുള്ള ഒരാളൊന്ന് എഴുന്നേറ്റ് വരാമോ? ആരും ധൈര്യം തെളിയിക്കേണ്ട സമയമാണ്. അതെ, ആരൊരാൾ എഴുന്നേറ്റ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ
ഈ ശാലോമല്ലേ നീ ശാലോമിനെ ഇവിടെ വന്നതേ ഞാൻ പരിചയപ്പെടും. അവൻ വന്ന് എന്നെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കോളേജിൽ അത്യാവശ്യം എന്താ ഒരു മിടുക്കൻ പയ്യനാണ് ശാലോം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? ആണോ? അങ്ങനെയല്ല, പാവം പറയടാന്നൊക്കെ. അപ്പോൾ ശാലോം അങ്ങോട്ട് നീങ്ങി നിൽക്കുക. ശാലോം, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ചെറിയൊരു തെറാപ്പി ശാലോമിൻ്റെ കൂടെ സഹകരണത്തോടു കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. നീ പേടിക്കണ്ട, നിൻ്റെ ക്യാമ്പസിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, നീ കണ്ണടയ്ക്കൂ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത നിങ്ങൾക്കും കൂടാം കേട്ടോ. താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ ഇച്ചിരി നേരത്തേക്ക് ഒന്ന് ഒഴിവാക്കിയിട്ട് അല്പം സീരിയസ് ആയിട്ട് ഇത്രയും വലിയൊരു ഗ്രൂപ്പിൽ ഇത് എത്രയും എഫക്റ്റീവ് ആകുമെന്ന് എനിക്കറിയില്ല. ബട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും കണ്ണടയ്ക്കുക ശാലോമിനോടൊപ്പം. അപ്പോൾ ഞാൻ ശാലോമിനോട് ഒരു പ്രത്യേക കാര്യം ആവശ്യപ്പെടുകയാണ്. ശാലോം, ഒരു 60 സെക്കൻഡ് നേരത്തേക്ക് ശാലോം ക്രിസ്മസ് കരോളിൻ്റെ ഭാഗമായിട്ട് വന്ന സാന്താക്ലോസിനെ കുറിച്ച് ശാലോം ഒന്നും ചിന്തിക്കാൻ പാടില്ല. ഓക്കെ ശാലോം, 60 സെക്കൻഡ് നേരത്തേക്ക് ശാലോമിനെ കുറിച്ച്, ക്രിസ്മസ് അപ്പൂപ്പനെ കുറിച്ച് ശാലോമും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരും ഒന്നും ചിന്തിക്കാൻ പാടില്ല. റൈറ്റ്? ഓക്കെ. വി വിഷ് യു എ മെറി ക്രിസ്മസ് പൈതലാം യേശുവേ ലാ ലാ ലാ. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ശാലോമിനോടൊപ്പം ഈ ഗെയിമിൽ പങ്കെടുത്ത എല്ലാവരും മറുപടി പറയുക. ക്രിസ്മസ് അപ്പൂപ്പിനെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞ സെക്കൻഡിൽ ചിന്തിച്ചവരൊക്കെ ഒന്ന് കൈവെക്കൂ പ്ലീസ്. ഓൾമോസ്റ്റ് എല്ലാവരും കൈവെക്കി. ഓക്കെ ശാലോം, അപ്പോൾ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലേ സിസ്റ്ററെ? അത് പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് അല്ലേ? അത്ര നേരം ഇല്ലാതിരുന്നൊരു കാര്യം കണ്ണടച്ചിരുത്തിയിട്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ചിന്തിച്ചത് അല്ലേ? ഫിദയൊക്കെ അങ്ങനെയല്ലേ ചിന്തിച്ചത് ഫിദ? യെസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി ഈ പ്രാവശ്യം ശാലോം അവിടെ പോയിരുന്നോ? ശാലോം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ഈ പ്രാവശ്യം ഒരു കാര്യം ചെയ്യുക. ഈ ക്യാമ്പസിൽ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ഇതേ കാര്യം ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഇതേ കാര്യം തന്നെ കേട്ടോ. എല്ലാവരും ഒന്നുകൂടെ കണ്ണുകൾ അടയ്ക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഇപ്രാവശ്യം കണ്ണടയ്ക്കണ്ട, കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സിന് അബോധ മനസ്സിന് നിങ്ങൾക്ക് പറ്റുന്ന മെൻ്റൽ കപ്പാസിറ്റി കൊണ്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത്തവണ 30 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളാരും നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ കുറിച്ച് ഒന്നും ഓർക്കാൻ പാടില്ല. ഓക്കെ, ആരും ഒന്നും ഓർക്കാൻ പാടില്ല. പീറ്റർ അച്ഛനെ കുറിച്ച് ആരും ഒന്നും ഓർക്കാൻ പാടില്ല. ഓക്കെ, ഓർത്തവരൊക്കെ ഒന്ന് കൈവെക്കൂ. നമുക്ക് സത്യസന്ധമായി മറുപടി പറയാം. അതെ, ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഡീപോൾ കോളേജിലെ പ്രതിഭാധനരായ യുവതി യുവാക്കന്മാരെ ഈ ഒരു തെറാപ്യൂട്ടിക് ചെറിയൊരു കോമ്പറ്റീഷൻ ഒന്ന് ജയിപ്പിക്കാം. 2 തവണ നിങ്ങൾ പൊട്ടിപ്പോയി, 3ാമത്തെ തവണ നിങ്ങൾ ജയിക്കുമെന്നാണ് ഞാൻ കരുതുക. ഒന്നുകൂടി ട്രൈ ചെയ്യുക. ഇപ്രാവശ്യം നിങ്ങളൊരു 30 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ. 30 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളാരും ബേസ് കുഡു എന്ന് പേരുള്ള ആ സാധനത്തെക്കുറിച്ച് ഒന്നും ഓർക്കാൻ പാടില്ല. ബേസ് കുഡുവിനെ കുറിച്ച് ആരും ഒന്നും ഓർക്കാൻ പാടില്ല. ഓക്കെ, ഓർത്തവരൊക്കെ ഒന്ന് കൈവെക്കൂ. ആരും ഓർത്തില്ല അല്ലേ? സാർ ഓർത്തില്ലല്ലോ, ആരും ഓർത്തില്ല. എന്താ കാരണം? എന്നാ ഒരു സത്യം പറയട്ടെ, അങ്ങനെ ഒരു സാധനമില്ല. ഇത് എന്തിനാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മണിക്കൂർ ഒരു വലിയൊരു ആശയത്തെക്കുറിച്ചൊരു പ്രസംഗം പറയുന്നതിനപ്പുറത്ത് മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് ഓർക്കാൻ സാധിക്കുക. അത് ഭയപ്പെടുത്തുന്നതാണെങ്കിലും അല്ലെങ്കിലും. ക്രിസ്മസ് അപ്പൂപ്പനും പ്രിൻസിപ്പൽ അച്ഛനൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ബേസ് കോഡ് എന്താണെന്ന് അറിയില്ല അല്ലേ? അറിയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഇല്ല. കൊറിയൻ വെബ് സീരീസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും സിനിമകളാണെങ്കിലും നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കയറി വരുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ മൈൻഡിൽ കിടക്കും. അങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിപ്പിക്കുക, പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിപ്പിക്കുക, പ്രത്യേക രീതിയിൽ മുടി ചെയ്യി വെപ്പിക്കുക. കാരണം നമ്മുടെ ബിഹേവിയർ 3 രീതിയിലാണ് ഇത് സംഭവിക്കുക. കോഗ്നിഷൻ, കൊണേഷൻ ആൻഡ് അഫെക്ഷൻ എന്ന് പറയും. നമ്മുടെ ചിന്തയിൽ ഒരു കാര്യം രൂപപ്പെടുന്നു. ചിന്തയിൽ ഒരു കാര്യം രൂപപ്പെടുന്നത് നമ്മുടെ കാഴ്ചയിലൂടെ. ഇപ്പം ഒരു കാര്യം ചെയ്യാം. അജിനല്ലേ നീ? ഓക്കെ, അജിനൊന്ന് എഴുന്നേറ്റ് വരൂ. ഇവനെ കാണുമ്പോൾ നിങ്ങൾക്ക് അജിനാണെന്ന് മനസ്സിലാകുകയാണ്. എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നിങ്ങൾക്ക് ഇവനെ അറിയാം അല്ലേ? ഓക്കെ, അവിടെ പോയി ഇരിക്കുക അജിൻ. ഇപ്പോൾ ക്യാൻറ്റീനിൽ ഇനിയിപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പം ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അത് സ്മെല്ലിലൂടെ. അതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് കയറി വരിക. അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കയറി വരുന്ന ഇൻഫർമേഷൻ നമ്മുടെ കോഗ്നിറ്റീവ് അവസ്ഥയെ ബാധിക്കും. കോഗ്നിറ്റീവ് അവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും നമ്മുടെ പെരുമാറ്റ രീതിയെ സ്വാധീനിക്കുക. അതുകൊണ്ടാണ് കൊറിയൻ വെബ് സീരീസ് കാണുന്ന പെൺകുട്ടികളെല്ലാം തന്നെ ഒരു പ്രത്യേക സ്വപ്നാടനത്തിൻ്റെ ലോകത്തിലേക്ക് അവർ പോവുകയാണ്.
അവർ പ്രത്യേക മ്യൂസിക്കും പ്രത്യേക വൈബും ഒരു പ്രത്യേക രീതിയിൽ ഒക്കെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് അത്തരം മുഖം ഉണ്ടാക്കുന്ന ആളെ വിവാഹം കഴിക്കാനൊക്കെ താല്പര്യപ്പെടുന്നു. ഇത് ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റിയാണ്. അതായത് 12 കൊല്ലം ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഗ്രാമാറ്റിക്കൽ എറർ ഇല്ലാതെ ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ലാത്ത ഒരാൾ ഇനി കൊറിയൻ ഭാഷ പഠിച്ച് കൊറിയയിൽ പോയി ഒരു ജോലി കിട്ടി ഒരു കൊറിയൻ വംശത്തിന് വിവാഹം കഴിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റിയാണ്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു അപകടത്തിൻ്റെ അവസ്ഥയിൽ എത്തിയിട്ടായിരിക്കും ഇത് പലരും തിരിച്ചറിയുക. ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കുള്ളൊരു ഹോബി അല്ല ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ നമുക്കുള്ളൊരു ഹോബി അല്ല ഇനി നാളെ ഉണ്ടാകാൻ പോവുക. അപ്പോൾ ഈ ഇടക്കാലത്ത് വരുന്ന ഇത്തരം ട്രെൻഡുകളെല്ലാം തന്നെ നമ്മുടെ കോഗ്നിഷനെ ബാധിക്കുന്നു. ഇപ്പോൾ കൊറിയൻ വെബ് സീരീസിന് അഡിക്റ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കില്ല. ഔട്ട് ഓഫ് 100 10% അവർ നന്നായി പഠിക്കും, നന്നായി കൊറിയൻ വെബ് സീരീസും കാണും, എല്ലാത്തിലും ബ്രില്യൻ്റ് ആയിരിക്കും. പക്ഷേ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ അവർ പരാജയപ്പെടുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്. അവർ കോളേജിൽ വരുന്നു, ഒരു റിലേഷൻഷിപ്പ് ആകുന്നു, വളരെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു ബെസ്റ്റി ഉണ്ടാകുന്നു, വളരെ പെട്ടെന്ന് സിറ്റുവേഷൻഷിപ്പ് സംഭവിക്കുന്നു, വളരെ പെട്ടെന്ന് എക്സ് വീണ്ടും തിരികെ വരുന്നു. ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ പേരൻസിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എന്തൊരു ചതിയാത് അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നമ്മുടെ ഈ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ മാതാപിതാക്കൾ ഏതെങ്കിലും തരത്തിലൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഈ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിന് പിന്നിൽ 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ നന്മ, 2 അവരുടെ ഒരു ബ്രെഡ് വിന്നിങ് ഒരു ഏരിയയും കൂടിയാണ്. ഇങ്ങനെയെല്ലാം ഇവർ ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചെയ്യുമ്പോൾ അതിനോടും കൂടി ഉള്ളൊരു തിരസ്കരണമാണ് നമ്മൾ ചില കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത്. അത് ഇനി കൊറിയൻ വെബ് സീരീസ് മാത്രമല്ല, എന്തും ഒരു അഡിക്റ്റീവ് അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് കാര്യവും ഇനി ഒരു അഡിക്റ്റീവ് അവസ്ഥയിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ളൊരു വഴി എന്താണെന്നറിയാമോ? ഒരു 21 ദിവസം ഇത് ഒന്ന് കാണാതിരുന്നു നോക്ക്. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 4 വയസ്സുള്ള പയ്യൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്ക്. ആ പയ്യൻ എന്തൊക്കെ കാണിക്കുന്ന അറിയാമോ? താഴെ വീണ് കിടന്ന് കരയും, നിലത്തുരുണ്ട് കിടന്ന് കരയും, കൈ കൊണ്ട് ഭിത്തിക്കിട്ടി അടിച്ചിട്ട് കരയും, അല്ലെങ്കിൽ പറയും അച്ഛൻ അല്ലെങ്കിൽ ഉണ്ണിയോടാ സ്നേഹം, എന്നോട് സ്നേഹമില്ല, വലുതാകുമ്പോൾ ഞാൻ ഒളിച്ചോടുന്നൊക്കെ പറയും 4 വയസ്സുകാരൻ. കാരണം എന്താ? അവൻ അത്രമേൽ അതിനകത്ത് ആ കാര്യത്തിൽ ഇൻഡൾജഡ് ആണ്. അപ്പോൾ അവിടെയാണ് ഇതിനകത്തൊരു അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായോ? മോളുടെ പേരെന്താ? അനീക. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല കോളേജുകളിലും ധാരാളം പേര് കേരളത്തിൽ ഇപ്പോൾ പെൺകുട്ടികൾ ഈ ഒരു കാര്യത്തിന് അഡിക്റ്റ് ആയിട്ട് ഒരു ന്യൂറോട്ടിക് അവസ്ഥയിൽ എത്തിയിട്ട് കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന ധാരാളം പേര് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പെങ്കൊച്ച് ഈ ശനിയാഴ്ച യു ആർ ട്രാപ്ഡ് എന്ന് പറയുന്ന ലെറ്റർ വാങ്ങിച്ച് വളരെ സങ്കടപ്പെട്ട് ഭയത്തിൻ്റെ വലിയൊരു അവസ്ഥയിലേക്ക് പോയിട്ട് പിന്നീട് എന്താ പറയുക എക്സോസിസം ഒക്കെ ചെയ്യുന്ന ഒരു പ്രീസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പിന്നീട് ആ അവസ്ഥയൊക്കെ മറികടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില സിനിമകളൊക്കെ കണ്ടിട്ട് ഡയലോഗെല്ലാം ഓർത്തിരിക്കും, ചിലരത് മറന്നുപോകും. അതൊക്കെ ഓരോരുത്തരുടെ മെൻ്റൽ കപ്പാസിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു അനഘ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഇനിയും ചോദിക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കൈപൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ജസ്റ്റ് മൈക്കൊന്ന്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ ഒരു വീടിനടുത്ത് നടന്നൊരു സംഭവമാണ്. അതുമാത്രമല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റും കൂടെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു കല്യാണ വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടി, അവൾ ഫോൺ അഡിക്റ്റ്, അവൾക്ക് 2.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൾ ചെയ്തതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഒരു കൈ പിടിച്ചു, അവൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു. അവൾ ആ വീടിൻ്റെ പന്തലിട്ടതിൻ്റെ സെൻറ്ററിൽ അത്രയും വേണ്ട മുമ്പ് വെച്ചിട്ട് ഡ്രസ്സ് അഴിച്ചു, സാധിക്കേണ്ടതെല്ലാം സാധിച്ചു. പിന്നെ ഉള്ളതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവൻ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പോൾ ഇവന് ഫോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റാണ്. അതായത് ഇപ്പോൾ അവൻ്റെ പേരൻസ് ആയാലും ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ മാന്തിപ്പറിക്കും, കടിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ്റെ പപ്പ പോലീസുകാരനാണ്, എന്നിട്ട് പോലും അയാൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് സാറിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മോളുടെ പേരെന്താ? എൽസ. എൽസ, താങ്ക് യു എൽസ. അതായത് എൽസ ചോദിക്കുന്നത് ഈ ഫോൺ അഡിക്ഷൻ കൊണ്ടുണ്ടായ 2 ദുരനുഭവങ്ങൾ എൽസയ്ക്ക് നേരിട്ടറിയാം, എന്താണ് പ്രതിവിധി എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ് അതിനുള്ളൊരു പ്രതിവിധി. നിങ്ങളിതെല്ലാം കേട്ടിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പേരൻസിനോടും കുഞ്ഞു കുട്ടികളുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ് ആൻറ്റിമാരോടും അങ്കിളുമാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൻ്റെ ഒരു ജോലിയൊക്കെ ചെയ്യണം, കുറച്ച് സമയം പിള്ളേരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യണം. അമ്മ ഇനി ടീച്ചറായാലും കളക്ടറായാലും കുറച്ചൊക്കെ സമയം ഈ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. ഒരു അപ്പൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത്, പേരൻസിൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് പേരൻറ്റിങ് ആണ്. അത് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ ഫോൺ മേടിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൽ അഡിക്റ്റഡ് ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കുട്ടിക്ക്
അന്ന് ഈ കൊച്ചിൻ്റെ അപ്പനോ അമ്മയോ വല്യമ്മയോ വല്യപ്പനൊക്കെ അന്ന് ഭക്ഷണം കൈകൊണ്ട് വാരി കൊടുത്തിരുന്നത് എങ്ങനെയായിരുന്നു അറിയാമോ? മോളുടെ പേരെന്താ? മാളവിക പറയൂ, അന്ന് എങ്ങനെയായിരുന്നു അന്ന് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്? കാക്കേനെ കാണിച്ചിട്ട്. അതെങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്? ലുക്ക് അറ്റ് ദാറ്റ്, ക്രോ ഈസ് ദേർ, അങ്ങനെയാണോ? അല്ല, അതേ ഒരു കാക്ക. അതേ ഒരു കാക്ക. അതിനൊരു ഈണവും താളവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? വീടിന് മുമ്പ് പുറത്തോടെ ഇറങ്ങി നടക്കും കാക്ക. അത് പിന്നെ ആരാ വരുന്നത്? നിൻ്റെ അച്ഛനല്ലടാ വരുന്നേ മോനെ ചക്കരെ അല്ലേ? പശുവിനെ കണ്ടോടാ, അമ്പിളിമാമനെ കണ്ടോടാ, അല്ലേ സിസ്റ്റർ, അമ്പിളിമാമനെ കണ്ടോടാ. അവർ കൊച്ചു വാ തുറക്കും, ചോറ് ഉരുട്ടിട്ട് ഒറ്റ തട്ട് തട്ടും. ഒരു 90% അമ്മമാർ അന്ന് അങ്ങനെയായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത്, റൈറ്റ്? പക്ഷെ ഒരു 10% മമ്മിമാർ അന്ന് ഭക്ഷണം കൊടുത്തിരുന്നത് അങ്ങനെയല്ല. അവർ പറയും മര്യാദയ്ക്ക് കഴിച്ചോ, പോക്കാൻ വരും. പോക്കാനെ വിളിക്കണോ? വിളിക്കട്ടെ എന്നൊക്കെ പറയും. ഇനി ഈ നാട്ടിൽ പോക്കാനാണോ എന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിൽ പോക്കാനാണ്, ചില സ്ഥലങ്ങളിൽ മാക്കാനോ മനപ്പെട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ മര്യാദയ്ക്ക് കഴിച്ചോ, പോക്കാൻ വരുമെന്ന് പറഞ്ഞ് കേട്ട് ഭക്ഷണം കഴിക്കുന്ന ആ പയ്യൻ പഠിച്ച് മിടുക്കനായി DGP ആയി. എന്നാലും രാത്രി കിടക്കുന്നതിന് മുമ്പ് ജനലിൽ കൂടെ നോക്കും, പോക്കാനെങ്ങാനും വന്നാലോ. അതെന്തുകൊണ്ടാണ്? അത് ആ കുഞ്ഞിൻ്റെ ഒരു എന്താ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു കോഗ്നിഷൻ അവസ്ഥയിലേക്ക്, കോൺഷ്യസിലേക്കും സബ് കോൺഷ്യസിലേക്കും അൺകോൺഷ്യസിലേക്കും റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സിൽ നിന്നും, അമ്മയിൽ നിന്നും, സ്വന്തം അമ്മയിൽ നിന്നും കിട്ടിയൊരു ഇൻഫർമേഷനാണ് പോക്കാൻ വന്നാലോ. അപ്പോൾ അത് DGP ആയാലും അവൻ്റെ മനസ്സിലേക്ക് തുടരുന്നു എന്നുള്ളതാണ്. അന്ന് 10% അങ്ങനെയുള്ളൂ അല്ലേ? മാളു അല്ലേ പേരെന്താ പറഞ്ഞേ? മാളു. അന്ന് 10% അങ്ങനെയുള്ളൂ. ഇന്ന് എങ്ങനെയാണ് കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നത്? അല്ല, ഫോൺ കാണിച്ചിട്ടാണ് അല്ലേ? ഫോൺ കാണിച്ചിട്ടും കൊച്ചു TV കാണിച്ചിട്ടുമാണ്. അത് ടീച്ചേഴ്സും എല്ലാവരും അങ്ങനെ തീറ്റ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇരിക്കുമ്പം ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊരു ചായ കുടിക്കണമെങ്കിൽ കൊച്ചവിടെ മര്യാദയ്ക്ക് ഇരിക്കണം. ഈ ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്റ്റാറ്റസും വാട്സപ്പും റീൽസും എല്ലാവർക്കും ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ കംഫർട്ട് സോണാകാൻ വേണ്ടി കളിക്കാനും ചിരിക്കാനും കൊഞ്ചാനും പാട്ട് കേൾക്കാനും കഥ കേൾക്കാനുമുള്ള ഒരു കുഞ്ഞിൻ്റെ ശരാശരി റൈറ്റ് ഉണ്ട്. ഒരു ശരാശരി ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എ ബേബി. അത് പേരൻസ് ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധിക്കാതെ വന്നു കഴിയുമ്പം ഇത് കണ്ട് വളരുന്ന കുഞ്ഞിന് അതിൻ്റെ സ്വഭാവമാകും. ഇപ്പം ഞാൻ 2017 ന്യൂസിലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവം പറയാം. വെല്ലിംഗ്ടണിൽ നിന്ന് പാംഷർനോർത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പാംഷർനോർത്ത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു മലയാളിയുടെ വീട്ടിലൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കയറി അവിടെ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവരുടെ കൊച്ച് ഒരു 3-4 വയസ്സുള്ളൊരു പയ്യൻ അതിലേക്ക് വന്നു. ഞാൻ അവനോട് ചോദിച്ചു, മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അവൻ അതിന് മറുപടി ആയിട്ട് എന്നൊരു ഒച്ച കേൾപ്പിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മളെ കളിയാക്കിയതാന്ന് ഓർത്ത് അല്ലേ, ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല. അവിടുന്ന് വീണ്ടും ഒരു 70 കിലോമീറ്റർ പോയി അടുത്ത സ്ഥലത്ത് നമുക്ക് മീറ്റിംഗ് നടക്കേണ്ട സ്ഥലത്തിന് വീടിനടുത്ത് എത്തിയപ്പോൾ അവിടെയും ഇതുപോലെ ഒരു പെൺകുട്ടി, ഒരു 2-3 വയസ്സ്. അവൾ ഒരു കട്ടിൽ നിന്നൊരു ഒറ്റച്ചാട്ടത്തിന് ഈ ടീപ്പോയുടെ മുകളിൽ കയറും. അവിടുന്ന് വീണ്ടും സെറ്റിയിലേക്ക് ചാടി കളിക്കുകയാണ്. ആ കൊച്ചിനെ ഞാൻ സ്നേഹപൂർവ്വം വിളിച്ചു, മോളു പേരെന്താന്ന് ചോദിച്ചു. എന്നൊരു ഒച്ച കേൾപ്പിച്ചു. അപ്പോൾ ഈ 2 കുട്ടികളും തമ്മിൽ, ഇവരുടെ പേരൻസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ ഒച്ച എങ്ങനെ കോമൺ ആയിട്ട് വന്നു? ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ചെറിയ റിസർച്ചൊക്കെ എൻ്റെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് നടത്തിയപ്പോഴാണ് മനസ്സിലായത്. അന്ന് അവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പൊക്കോയോ എന്ന പേരുള്ളൊരു കാർട്ടൂൺ കഥാപാത്രം കേൾപ്പിക്കുന്ന ഒരു ഒച്ചയാണ്. മാത്രമല്ല പൊക്കോയോ എന്ന് പറയുന്ന കാർട്ടൂൺ കഥാപാത്രത്തിന് ഇപ്പോൾ അത് അപ്ഡേറ്റഡായി മാറിക്കാണും കേട്ടോ. അന്ന് അത് സംസാരിക്കില്ലായിരുന്നു, ഡഫ് ആൻഡ് ഡം ആയിരുന്നു. അപ്പോൾ ഈ കുട്ടികളെ 2 വർഷം കഴിഞ്ഞ് ഈ കുട്ടികളുടെ കാര്യം വീണ്ടും അന്വേഷിച്ചപ്പോൾ ഈ 2 കുട്ടികളും സംസാരിക്കുന്നില്ല. സംസാരശേഷി ഇല്ല എന്നാണ് പേരൻസ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലർ പറഞ്ഞു സ്പീച്ച് തെറാപ്പിക്ക് പോകണമെന്നൊക്കെ. ഇതേ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു പയ്യൻ, എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു പയ്യൻ, 2-3 വയസ്സായിട്ടും അവൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അവൻ്റെ ചേഷ്ടകളും എക്സ്പ്രഷൻസ് ഒന്നും തന്നെ ഒരു മനുഷ്യൻ്റേതുപോലെയല്ല, എന്നാൽ അവൻ എന്തൊക്കെയോ കാണിക്കുന്നു. ആ പയ്യൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആ പയ്യൻ്റെ പപ്പ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ 4 മാസം ലീവ് എടുത്തു. ന്യൂസിലൻഡ് പോലൊരു സ്ഥലത്ത് 4 മാസം ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഭയങ്കര പാടാണ്. 4 മാസം ലീവ് എടുത്തിട്ട് TV ഓഫ് ചെയ്തിട്ട് ഈ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക, അവനെ നടക്കാൻ കൊണ്ടുപോകുക. അങ്ങനെ 4 മാസം കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തു കേട്ടോ. പ്രാർത്ഥന ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോ ഡൗട്ട്. അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ വെച്ച് 4 മാസം കഴിഞ്ഞപ്പം ഈ പയ്യൻ്റെ പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ ധൈര്യമായിട്ട് അവരുടെ പേരൻസിനെ വിളിച്ച് പറയുക 21 days മൊബൈലും ടെലിവിഷനും കാണിക്കാതിരിക്കുക, 4 വയസ്സ് താഴെയുള്ള പിള്ളേരെ. അപ്പോൾ ചെറിയൊരു ചേഞ്ച് വരും. ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുപോകാം, ഞങ്ങൾ സംസാരിപ്പിക്കാം. എല്ലാമല്ല, ഇതിപ്പം ജന്മനാ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കേൾവി ശക്തി ഇല്ല എന്ന് കരുതുക, സംസാരിക്കാൻ പറ്റുമോ ഫിദ? പറ്റുമോ മാളു? അല്ല, കേട്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കുട്ടികൾ കേൾക്കുന്നത് മുഴുവൻ ഈ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ഒച്ചയാണെങ്കിൽ അത് പിന്നെ മിണ്ടില്ല. അപ്പം
അത് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു ഒരു വഴി ഓപ്പൺ ആവും. അങ്ങനെ അത്തരം വഴിയിലൂടെയൊക്കെ പോയിട്ട് ആ പയ്യൻ സംസാരിക്കാൻ തുടങ്ങിയത് മാത്രമല്ല, ഇന്ന് അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ, ഇപ്പം അവർ നാട്ടിലാണ് താമസിക്കുന്നത്, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പ്രസംഗത്തിന് ജില്ലാതല മത്സരത്തിലൊക്കെ പങ്കെടുത്ത് സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഫ്ലുവൻസ്. അപ്പോൾ എൽസ ചോദിച്ചതിൻ്റെ മറുപടി ഇതാണ്, എഫക്റ്റീവ് പാരൻറ്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ പാരൻറ്റിൻ്റെ ഡിഗ്നിറ്റി, കളക്ടർ ആയാലും ഡോക്ടർ ആയാലും പ്രൊഫസർ ആയാലും ലെക്ചർ ആയാലും കുട്ടികൾക്ക് അപ്പനും അമ്മയാകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാകാൻ തയ്യാറാണെങ്കിലുണ്ടല്ലോ ഈ പിള്ളേരെല്ലാം മിടുക്കരാകും, യാതൊരു സംശയമില്ല കാര്യത്തിനകത്ത്. അതാണ് ഒന്നാമത്തെ പ്രതിവിധി. ഇനി അത് പേരൻസിനൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന യങ് ജനറേഷൻ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തയ്യാറാകണം. നിങ്ങൾക്ക് നന്മയായിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഉപയോഗിക്കുക, അല്ലാത്തത് വിവേകത്തോടുകൂടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുക്കുക. നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരണം. അങ്ങനെ വളരുകയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം പ്രതിവിധി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ എൽസ, ഹാപ്പിയാണോ? ഓക്കെ. എൻ്റെ പേര് ബെനഡിക്ട് മാത്യു. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇപ്പം കണ്ടന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ ഒരു വിഷയമാണ് അൽഗോരിതം ആൻഡ് സൈക്കോളജി. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്ക്, അതാണ് ഈ കണ്ടന്റ് ആൻഡ് പോലെ ടെക്നിക്ക്. അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? യൂട്യൂബ് അതുപോലെയുള്ള ഫേസ്ബുക്ക് മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച ഹിസ്റ്ററി അനുസരിച്ച് ഇവർ ആ രീതിയിൽ നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ടുവരുന്ന ഒരു അൽഗോരിതം, ആ സൈക്കോളജി, നമ്മുടെ സൈക്കോളജി മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് വീഡിയോസ് കൊണ്ടുവരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന്. ഈ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പേ പേരൻസിൻ്റെ ഇടയിലുള്ളൊരു പ്രവണത, നന്നായി പാടുന്ന നന്നായി പഠിക്കുന്ന മക്കളെക്കുറിച്ച് അധികം ആരോടും പുകഴ്ത്തി പറയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവരുടെ സ്കില്ല് പോകുമോ എന്നുള്ള ഭയമോ, അങ്ങനെ കൊളോക്കിയലായിട്ടുള്ള കുറേ ചിന്തകളൊക്കെ അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. എന്തെങ്കിലും ചെറിയ ടാലൻ്റ് ഉണ്ടെങ്കിൽ 10,000 പേരെ കാണിക്കുക എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, സൊസൈറ്റി മാറിപ്പോയി. അതൊക്കെ ആയിരിക്കും അവൻ ഉദ്ദേശിച്ച് വരുന്നത്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യമേ. മോൻ്റെ പേരെന്താടാ? അജിൻ. നിന്നെ കണ്ടിട്ടൊരു സത്യസന്ധനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ, വരൂ. അജിൻ, അതും അജിനാണല്ലേ? അജിനൊരു മൈക്ക് കൊടുക്കൂ സിസ്റ്ററെ. അജിൻ എന്താ പഠിക്കുന്നത്? ഞാൻ സോഷ്യൽ വർക്ക്. ആണോ? എന്തിനാ പഠിക്കുന്നത്? രക്ഷപ്പെടാൻ. ആണോ? സോഷ്യൽ വർക്ക് പഠിച്ചാൽ രക്ഷപ്പെടുവോ? ബികോം പഠിക്കുന്നത് രക്ഷപ്പെടില്ലേ? ഓക്കെ. അപ്പോൾ അജിനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ അജിനോട് ചോദിക്കാനുള്ള റീസൺ ഇത്രേ ഉള്ളൂ. അജിൻ്റെ മുഖം കണ്ടപ്പോൾ ഒരു സത്യസന്ധനാണെന്നാണ് സൈക്കോളജിക്കലി എനിക്ക് മനസ്സിലായത്. അങ്ങനെ വിശ്വസിച്ചോട്ടെ? ഓക്കെ. അജിനിപ്പോൾ എത്ര വയസ്സായി പ്രായം? എനിക്ക് 19. ഓക്കെ, 19 വയസ്സ്. അജിൻ്റെ ഫ്രണ്ടിന് തൽക്കാലം നമുക്ക് ബാബു എന്ന് പേരിടാം. അങ്ങനെ ഫ്രണ്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല സർ. ബാബു എന്ന് പേരിടാം. അജിൻ്റെ ഫ്രണ്ട് ബാബുവിൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിരിക്കുകയാണ്. ഓക്കെ. വീഡിയോ ഇങ്ങനെയാണ്. അജിൻ്റെ ഫ്രണ്ട് ബാബു ഒരു ബുള്ളറ്റ് ഓടിച്ചിങ്ങ് വരുന്നു. അപ്പുറത്തൊരു 4 പേര് ബുള്ളറ്റിലുണ്ട്. സ്ലോ മോഷനിൽ വരുന്നു. അടുത്ത ഷോട്ടിൽ ഈ ബാബുവിൻ്റെ വൈഫ് സ്വിമ്മിങ് സ്യൂട്ട് ഇട്ട് സ്വിമ്മിംഗ് പൂളിലൂടെ ഇങ്ങനെ നീന്തി തുടിച്ചൊരു മത്സ്യകന്യകയെ പോലെ വരുവാണ്. പിന്നെ ബാബു സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടിക്കുന്ന അവൻ്റെ ഭാര്യയെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ റാമ്പിലൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആനയിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു. ഓക്കെ, ഇതാണ് വീഡിയോ. ഓക്കെ. ഈ വീഡിയോ കാണുമ്പോൾ നീ ആരെ നോക്കും? നിൻ്റെ ഫ്രണ്ട് ബാബുവിനെ നോക്കുമോ അവൻ്റെ വൈഫിനെ നോക്കുമോ? വീഡിയോയിൽ 2 പേരും ഉണ്ടാവുമല്ലോ, അപ്പം നമ്മൾ 2 പേരെ നോക്കണമല്ലോ. 2 പേരെയും നോക്കും, 2 പേരെയും കാണും. എന്നാലും നീ ആരെയായിരിക്കും അറിയാതെ ശ്രദ്ധിക്കുക? പറയാൻ വിഷമമുണ്ട്. ഞാൻ അടുത്ത ആളെ വിളിക്കാം. അടുത്ത ആളെ വിളിച്ചോളാൻ പറഞ്ഞു. ഓക്കെ. ഞാൻ സത്യസന്ധമായ ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ജോയൽ, നീ മൈക്കൊന്ന് കൊടുത്ത ശാലോമേ. ജോയൽ, സത്യം പറ, നീ ആ വീഡിയോ കണ്ടാൽ ആരെ നോക്കും? നിന്റെ ഫ്രണ്ടിനെ നോക്കുമോ അവൻ്റെ വൈഫിനെ നോക്കുമോ? 2 പേരെ നോക്കും. എൻ്റെ പൊന്നെ, അച്ഛോ, ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര സത്യസന്ധരാട്ടോ. അടുത്തയാളുടെ മൈക്ക് കൊടുക്ക്. നീ ആരെ നോക്കും? അവർ ഫ്രണ്ടിനെ നോക്കുമോ ഫ്രണ്ടിൻ്റെ വൈഫിനെ നോക്കുമോ? അറിയില്ല. അടുത്തയാളുടെ മൈക്ക് കൊടുക്ക്. അങ്ങനെയൊന്നുമില്ല, 2 പേരെ നോക്കാമല്ലോ. ആ മൈക്ക് ഇങ്ങോട്ട് മേടിച്ചതാ. അത് ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സാറിനോടൊന്ന് ചോദിച്ചു നോക്കാം. വിഷമാകുമോ സാറേ? ഉറപ്പായിട്ടും കവി പാടിയ നേരെ വിടർന്ന വിലസീടിനെ നിന്നെ നോക്കി ആരാകില്ല എന്തേന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ആ സ്വിം ചെയ്ത ലേഡിയെ നോക്കിയിട്ട് ഈ ഫ്രണ്ടിനെ നോക്കുള്ളൂ. അതാണ് സത്യം. ഒരു കൈയടി കൊടുക്ക്. സാറിൻ്റെ പേരെന്താണ്? ജോസ് എന്നാണ് സാറിൻ്റെ പേര്. സത്യം പറയട്ടെ, ഇത്രയും വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ നോക്കുകയുള്ളൂ എന്ന് പറയുന്ന ജോസ് എന്ന പേരുള്ള അധ്യാപകനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഹീസ് എ നല്ല മനുഷ്യൻ. അതാണ് അതിൻ്റെ കാര്യം.